നോ യു ഹാവ് ടു കെയർ മീ. പറ്റത്തില്ല. ഇതെന്ത് ഗൈസ്, ഞാൻ ചുമ്മാ ഒന്ന് സ്പോൺ ആയതെങ്കിൽ ഞങ്ങൾക്ക് ഈ പാർട്ട് 2 ഉണ്ടാകണം. അടുപ്പിച്ച് മുന്നോട്ട് തുടങ്ങണമായിരുന്നു. അപ്പം തന്നെ ലോഗിൻ ചെയ്ത് ഞാൻ ചത്തു. ആളിലൊക്കെയാണ് കാരണം അവന് ഹട്ടുണ്ടായിരുന്നു. അപ്പം തിരിച്ച് വീട്ടിൽ വന്നു. എന്തോ ചെയ്യാനാണ് ഗൈസ്, ഇങ്ങനത്തെ ബാഡ് ലക്കല്ലേ. പക്ഷെ നമ്മൾ അഡ്വഞ്ചർ മുന്നോട്ട് നടക്കും. ഞങ്ങൾക്ക് വില്ലേജ് കണ്ടുപിടിച്ച് കിട്ടും. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വില്ലേജ് ഈ എപ്പിസോഡ് ഞങ്ങൾ വില്ലേജ് കണ്ടുപിടിച്ചില്ലെങ്കിൽ അടുത്ത എപ്പിസോഡിൽ ഞങ്ങളുടെ ഫുൾ വീട് മാറ്റും. ഹലോ ഡോഗി, ഒരുപാട് നാളെ കണ്ടിട്ടല്ലേ. ഇത് ഇച്ചിരി കൂടെ റിനോവേറ്റ് ചെയ്യണം എനിക്ക്, അതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ. ഗൈസ്, നമുക്ക് ഇത് വെച്ച് നമുക്കൊരു പിക്കാക്സ് ഉണ്ടാക്കാം. അപ്പം ഞാൻ പിക്കാക്സിന് ഒരു സോഡ് ഉണ്ടാക്കിയിട്ട് കാണാം. പിക്കാക്സ് ഉണ്ടാക്കാൻ പറ്റില്ല, ബെഡ് പിക്കാക്സ് ഇതുപോലെ അയൺ സ്മെൽട്ടായി. ഇവിടെ ഡ്രസ് പോകുമ്പോൾ ഇട്ടേക്കാം, ചിലപ്പോൾ ആവശ്യം വന്നാലോ. റൈറ്റ് ഗൈസ്. ഇനി ഇവനൊന്ന് വിളിച്ചിട്ട് വരാം. ഇന്ന് എന്തോ ചെയ്യണ്ടേ? അവൻ്റെ ചിക്കനുണ്ട് ഗൈസ്, ചിക്കൻ. അവൻ്റെ ഡോഗുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഡോഗിൻ്റെ ഒരു ഡോഗി വിടാം. ഇനി ഞാൻ നിങ്ങൾ കോമൻസിൽ നിങ്ങൾ എന്തെങ്കിലും പേര് കിട്ടോ നോക്കത്തില്ല. നിങ്ങളുടെ അടുത്ത് ഒരുപാട് മാസം കൊണ്ട് പറയുമോ, തരുന്നില്ല. വേറെ ഡോഗ് എടുക്കണോടാ? വേണ്ടേ? ഓക്കെ, സെറ്റ്. അന്ന് നമുക്ക് അഡ്വഞ്ചർ തുടങ്ങുമ്പം കാണാം. അപ്പോഴത്തേക്കും സ്പീഡപ്പ് ചെയ്യാം. അപ്പം ഗൈസ്, ഞങ്ങൾ അഡ്വഞ്ചർ തുടങ്ങാനായിട്ട് മുമ്പ് ഒരു കാര്യം പറയണം. കാര്യമാണ് ഗെറ്റ് പ്രാങ്ക്ഡ് ബ്രോ, ഗെറ്റ് പ്രാങ്ക്ഡ്. ഞാൻ ഒരു കാര്യം പറയാനല്ല വന്നേ. എനിക്കത്ര സംസാരിക്കണ്ടല്ലേ. അപ്പം നമുക്ക് ഈ വലിയ നടന്നുകൊണ്ട് പോകാം. വില്ലേജ് കിട്ടുവാണെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ എനിക്കറിയില്ല, എനിക്ക് അത്ര ഇതാവുന്നില്ല ഗൈസ്. ഞാൻ വോയിസ് ഓവർ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞ് സസ്പെൻസ് എന്തോ തന്നെ അല്ലേ. അതാണ് എനിക്കിടണം. നിങ്ങൾ ഇപ്പം ഇതൊക്കെ അറിയുവാണെങ്കിൽ നിങ്ങൾ ഇപ്പം ഫുള്ള് കാണാൻ മനസ്സുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. വെയിറ്റ് ചെയ്യണം നിങ്ങൾ. പിന്നെ ഗൈസ്, നിങ്ങൾക്ക് അടുത്ത വീഡിയോ ഇംഗ്ലീഷ് ഡബ്ഡാണോ വേണോ അതോ മലയാളമായിട്ടാണോ വേണ്ടതെന്ന് നിങ്ങൾ ഞാൻ വേണമെങ്കിൽ ബോത്ത് ചെയ്യാം, രണ്ടും ഒരുമിച്ച് ചെയ്യാം വേണമെങ്കിൽ. ഇങ്ങോട്ട് വേണം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അഡ്വഞ്ചർ മുന്നോട്ട് തുടങ്ങാം. ഗൈസ്, ഇത് ഭയങ്കര വലിയ ഇതാണ് എനിക്ക് തോന്നുന്നത്. എന്തോ സ്റ്റക്കാവുന്നുണ്ട് ഗൈസ്. എനിക്ക് കട്ട് ചെയ്യാൻ മനസ്സില്ല, കാരണം ഞാൻ വോയിസ് ഭയങ്കര ഫ്രീ സ്റ്റൈൽ ചെയ്യാൻ നോക്കും. ഇവിടെ പോയി നോക്കാം. ഗൈസ്, ബർച്ച് നിൽക്ക്, റെക്കോർഡിങ് ഓൺ ആയിരുന്നു. ഓക്കെ. ഷിപ്പ് ഞാൻ റോട്ടൻ ഫ്ലഷ് വരച്ച് വന്നിട്ട് നോക്കട്ടെ. ഇവൻ ഫുഡ് വരത്തില്ല ഗൈസ്. ഇവനെല്ലാം ഫുഡ് അവൻ്റെ കയ്യിൽ നോക്കും ഗൈസ്. എൻ്റെ ബുദ്ധി കൊണ്ടോണം കണ്ടോ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി തിരിച്ചൊരു ഫൺ ഫാക്ട് തരാം. സെയിം ഫൺ ഫാക്റ്റാണ്. നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടില്ലെങ്കിൽ കുക്കഡ് എങ്ങനെ കിട്ടി? കുക്കഡ് എങ്ങനെ ആയി? അതെങ്ങനെ കുക്കായി? കുക്ക്ഡ് ചിക്കൻ ഗൈസ്. വെയിറ്റ് ചെയ്യണം. നിങ്ങൾ റോട്ടൻ ഫ്ലഷ് വരയ്ക്കാൻ നമുക്ക് ഫുള്ളാവും. ഈ റോട്ടൻ ഫ്ലഷിൻ്റെ ഇത് തീരത്തില്ലേ, ഹങ്കർ തീരുമ്പം തന്നെ നിങ്ങൾ വേറെ ഫുഡ് കഴിക്കുന്നത് ഇതുപോലെ. അപ്പം കണ്ടാൽ മതി ഗൈസ്, ഫുൾ ഹെൽത്തിലായിരിക്കും നമ്മൾ നിൽക്കാൻ പോകുന്നത്. അങ്ങനെ നമുക്ക് ഫുഡ് സേവ് ചെയ്യാം. നിങ്ങളുടെ ഇപ്പോൾ റോ പോർക്ക് ആയിരുന്നെങ്കിൽ ഞാൻ കുക്ക്ഡ് എന്തോ തന്നെ കളഞ്ഞെന്ന് എനിക്ക് അറിഞ്ഞിട്ട് സേവ് ചെയ്യായിരുന്നു. ഓക്കെ ഗൈസ്, രാത്രിയാണ്. ഞങ്ങൾ രാത്രിയാവുന്ന പാട്ട് കുറച്ചൊക്കെ കട്ട് ചെയ്യും, കാരണം നിങ്ങളത്ര കാണത്തില്ല. ഇപ്പോഴത്തേക്ക് നമുക്ക് നടന്നുകൊണ്ടിരിക്കാം ഗൈസ്. ഞാൻ അയൺ സോഡും പിക്കാക്സും ഉണ്ടെങ്കിൽ ചിലപ്പോൾ വാല്യുബിൾ എന്തെങ്കിലും കണ്ടാൽ അതങ്ങ് എടുക്കാമല്ലോ. അതങ്ങ് എടുക്കുമ്പോൾ നമ്മൾ കേവ് ആണോ ഗൈസ് ഇത്? ഗൈസ്, ഇത് കേവ് പോലല്ലേ. ഒന്ന് കയറി നോക്കാം. അവിടെ ഇങ്ങോട്ടോ. കേവ് അല്ല. ഗൈസ്, ഞങ്ങൾ വേറെ ഡിമെൻഷന് ഞങ്ങൾ വേറെ ഡിമെൻഷൻ എത്തി. ലീഫ് ഡിമെൻഷൻ. ഞങ്ങൾ വേറെ ഡിമെൻഷൻ എത്തിയിരിക്കുന്നു ഗൈസ്. ഇതിൻ്റെ പേരാണ് കൊള്ള പേരടിച്ചു കൊണ്ടില്ല. ലീഫ് ഡിമെൻഷൻ. എനിക്ക് കയറാൻ പറ്റത്തില്ല. അയ്യോ, എന്നെ ഡിമെൻഷന് കേട്ടുന്നില്ല. അയ്യോ, രക്ഷിക്ക്. അയ്യോ. ഓക്കെ, കയറി. നല്ല ഡിമെൻഷനല്ലേ ഗൈസ്. നൈറ്റ് ആവുന്നുണ്ട്. നല്ല കാഴ്ച. ഇവിടെ ഈ ഗെയിം നല്ല സ്റ്റക്കാവുന്നുണ്ട് എനിക്ക്.
എന്തെങ്കിലും ഗൈസ്, നിങ്ങളതൊക്കെ കാണാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എങ്ങനെ ഞാൻ ഫീൽ ആവുന്ന ഈ ഗെയിം കളിക്കുമ്പോൾ. ഗൈസ് നല്ല മൗണ്ടൻ രാത്രിയായി. വീടൊക്കെ വിസ്റ്റിൽ കൊണ്ട് ജസ്റ്റ് അത് കേട്ടായിരുന്നു. അത് എനിക്ക് അറിഞ്ഞൂടാ, ഇൻഷോട്ടിന് എന്തോ പ്രശ്നമാണെന്ന് തോന്നുന്നു. ആർക്കറിയാം ഗൈസ്. ഈ സ്റ്റക്ക് ആവുന്ന ഇതെനിക്ക് ദേഷ്യം കൊണ്ടുവരുക. അപ്പം ഞാൻ ഇത് ഫുൾ നൈറ്റ് അങ്ങ് കളയുക. അപ്പോൾ നൈറ്റ് ഓവർ ആകുമ്പോൾ നിങ്ങൾ കാണാം ഗൈസ് ഞങ്ങൾ ഭയങ്കര ലോ ആവും. നമ്മുടെ IMP കൂട്ടൻ ഹാഫ് ഹെൽത്താണ്. ജസ്റ്റ് ഇത് ഇൻഫോം ചെയ്യാൻ മാത്രമേ വന്നതുള്ളൂ. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഇതാ കണ്ട ആ വാട്ടർ ഉണ്ടല്ലേ, ആ വഴിയിൽ പോകണം നമുക്ക്. ആ കണ്ടോ നേരെ അവിടെ പോകണം നമുക്ക്. അവിടെ ഫുഡും ഇല്ല, എന്തായാലും ഫുഡില്ല. അപ്പം നമുക്ക് ഇച്ചിരി കഷ്ടപ്പെടണം. അങ്ങനെ തന്നെ സോംബി ഫ്രോസ് ആയിട്ടാവും. നീ ഡേർട്ട് വെച്ച് താഴോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് കാണാം. ഗൈസ് നമ്മൾ രാത്രി അങ്ങ് തീർത്തിരിക്കുന്നു. ഹാഫ് തുടങ്ങി ഷടാ ഒരു കുഞ്ഞിൻ്റെ ഒരു അടി കിട്ടിയാൽ മതി, ഞാൻ ചാവും. ഷടാ അവിടെ നിന്നാണ് റോട്ടോ ഫ്ലാഷ് എടുക്കുക. ഇങ്ങോട്ട് വാടാ. ദേഷ്യം ഇത്ര ദൂരമാണ് തീ. ഇതുള്ള ഗൈസ് ലാസ്റ്റ് ഓപ്ഷൻ. ഇനി ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. അവരെ കത്തുന്നുണ്ട് ഗൈസ്. ആ വ്യൂ നോക്കുക ഗൈസ്. താഴെ എങ്ങനെ ഇറങ്ങാനാണ് ഗൈസ്. അങ്ങോട്ടൊരു ചാട്ടം മതിയായിരുന്നു ചാവാം ഗൈസ്. ആണ് താഴെ വരുമ്പോൾ IMP വീണ് വാ IMP വീണ് ഗൈസ്. അപ്പം നമുക്കും അങ്ങ് വീണ് ചാവാം. IMP അടിച്ചും അസൽ അവന് വേണ്ടി നമ്മൾ ചത്തിരിക്കുന്ന ഗൈസ്. തെങ്കോട്ട് ഞാൻ ഇവിടെ സ്പോൺ ചെയ്ത്, അല്ലാതെ ഞാൻ ഇപ്പം കഴിയുമായിരുന്നു ഗൈസ്. ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ പ്രോജക്റ്റ് എന്തെങ്കിലും ഉണ്ടാക്കാം. പ്രോജക്റ്റ് 2 റിനോവേഷൻ ഓഫ് ദ ഹൗസ്. ഉറപ്പാണ് ഗൈസ്. എനിക്ക് വയ്യ ഗൈസ്, ഭയങ്കര ദേഷ്യമുണ്ടാ. നമുക്ക് ഇനി ബോട്ട് കൊണ്ട് പോകാൻ തോന്നുന്നു. നമുക്കിനി ബോട്ട് വേണം. അപ്പം ഗൈസ് ഞങ്ങൾ ബോട്ട് അഡ്വഞ്ചർ തുറക്കുമ്പം കാണാം. കോപ്പിറൈറ്റ് നമ്മൾ 15 ദിവസം വരെ സർവൈവ് ചെയ്ത് 15 ദിവസത്തെ അയണോർമ്മ സെറ്റാക്കിയുള്ളൂ. ബട്ട് ഹു കെയർസ്. അപ്പം നമുക്കിനി ഞങ്ങൾക്ക് ഒരു റെയർ സാധനം കണ്ടുപിടിച്ച് നമുക്ക് എനിക്ക് മറന്നുപോയി ഗൈസ്. മൈൻക്രാഫ്റ്റ് കളിച്ചിട്ട് ഒരുപാട് നാളുകളായിരുന്നു ഗൈസ്. നമുക്ക് ഈ സീലാൻഡറിന് എടുത്ത് നോക്കാം. അങ്ങോട്ട് വാടാ. ഇങ്ങോട്ടെത്താ ഗൈസ്. ഇത് നമുക്ക് നമ്മുടെ സീലാൻഡർ അവിടെ അടാ സീലാൻഡർ അത് പൊട്ടിക്കുമ്പോൾ നമുക്ക് കിട്ടത്തില്ല. നിൽക്കാണ്ട് സിൽക്ക് ടച്ച് വേണം. വേറെ സിൽക്ക് ടച്ച് വേണം. സിൽക്ക് ടച്ച് ഇല്ലാതെ പറ്റത്തില്ലല്ലേ ഗൈസ്. നമുക്കൊരു ക്രിസ്റ്റൽ പോലത്തെ എന്ത് കിട്ടി, അത് വെച്ചായിരിക്കും. കണ്ടു ഗൈസ്, ഇത് ഈ കുന്നായിരിക്കും. ഈ കുന്ന് 3 ഡോട്ട് കണ്ടില്ല, അതായിരിക്കും. പിന്നെ ഇങ്ങനെ ക്രിക്കറ് കേട്ടില്ലേ, അത് ആ റബ്ബർ ബാൻഡ് ഞാൻ ഉരുട്ടിക്കൊണ്ട്. ജസ്റ്റ് ഇഗ്നോർ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ചേട്ടൻ റോഡ് കിട്ടി. ഇതിനടിയിലൊരു ചെസ്റ്റ് ഉണ്ടായിരുന്നു, അതിനാണ് ഞാൻ മറന്നു. റോഡ് കിട്ടി. അൺബ്രേക്കിംഗ് ഒക്കെ ഉണ്ടെന്ന്. വീരിത്തവണ് അങ്ങനെയുള്ളു. വീരിത്ത് കൊല്ലവണ്. അപ്പം നമുക്ക് ആ ഐലൻഡിന് വേണം വേറെ ഐലൻഡ് കണ്ടുപിടിച്ചിട്ട് കാണാം ഗൈസ്. ഞങ്ങൾ ഷിപ്രക്ക് കണ്ടുപിടിച്ചിരിക്കുന്നു ഗൈസ്. ഇവിടെ ഉണ്ടായിരുന്നു ഷിപ്രക്ക്. ഇതാ കാണുന്നില്ല ഗൈസ് ഒന്നും. എവിടെയാന്നും ഷിപ്രക്ക് കണ്ടുപിടിച്ച് സാസ് എടുത്തിട്ട് പോകാമല്ലേ. സാസ് എടുത്തിട്ട് പോകാണെങ്കിൽ ഇപ്പം ചാവും നമ്മൾ. മേലെ കയറി. അയ്യോ താഴെ തന്നെ ഗൈസ്. താഴോട്ട് പോയി നമുക്കെല്ലാം ലൂട്ട് എടുത്തിട്ട് വരാം. മാപ്പ് കാണിക്കും. മാപ്പ്
ഇതെന്ത് ഷടാ ഈ ബൂട്ട്സ് എടുത്തേക്കാം. പിന്നെ നമുക്ക് ഈ ബാമ്പുവും ഇതും ഒക്കെ എടുക്കാം. സസ്പീഷ്യസ് ശ്വാസമില്ല മേലിക്കല്ല ശ്വാസമില്ല ഞാൻ ചാവും ചത്തില്ല ഷോട്ടു. ഞാനെങ്ങനെ ചത്ത് ഡ്രൗണ്ടോ? ഞാനെങ്ങനെ ഡ്രൗണ്ടെങ്കിൽ പക്ഷെ മേലി വന്ന് ഷടാ ദേഷ്യം പറഞ്ഞു. ഇന്ന് ഈ അഡ്വഞ്ചർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഒന്ന് റീസ്പോൺ അവിടെ ഇത്ര നേരം ഓടിക്കണേ. ഗൈസ് സത്യം പറയാം, ഞങ്ങൾക്ക് ഇന്ന് ഈ ബോട്ടിൻ്റെ കൂടെ പോയപ്പോൾ തന്നെ നല്ല ലാഗ് അടി കണ്ടോ ഗൈസ്. അതിനെ ഫുൾ വോയിഡാണ്. ദേഷ്യം ഇത് ഇന്ന് പറ്റത്തില്ല. ഉറങ്ങടാ ഗൈസ്. എനിക്ക് തോന്നുന്നില്ല ഇത് പറ്റത്തില്ലായിരിക്കും ഇത്. നമ്മൾ മുമ്പ് പോയി വലിയ പറ്റൂ. ബോട്ട് അഡ്വഞ്ചർ ക്യാൻസൽ. കാരണം നല്ല ലാഗ് അടിക്കുന്നുണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും. അപ്പം അത് വേറെ കാര്യമാക്കും. അപ്പം ഞങ്ങൾക്ക് ഇനി ബോട്ട് അഡ്വഞ്ചർ ക്യാൻസൽ ചെയ്യണം. അവൻ ഡ്രൗൺ ആയിട്ട് ഞങ്ങൾ അങ്ങനെ ചുമ്മാ അങ്ങ് പറഞ്ഞ് നല്ല ഗ്ലിച്ചാണ് കഴിച്ചത്. ദേഷ്യം വരുന്നുണ്ട് കഴിച്ചു. ഒന്നാമത് ലൈക്ക് എന്തോ കഷ്ടം. ക്രീപ്പറിൻ്റെ അവിടെ പൊട്ടി എൻ്റെ വീട് പോയില്ല. ഓക്കെ ലെറ്റ്സ് ഗോ. അത്രേ ഉള്ളൂ മക്കളെ. എൻ്റെ വീട് പൊട്ടിയില്ല ഗൈസ്. അപ്പോൾ തന്നെ ഡോഗു വലിയ ഇറങ്ങി നോക്കട്ടെ എന്തെങ്കിൽ സോംബിയുടെ കൂടെ ഫൈറ്റ് ചെയ്യാം. ഡഷും കൊന്നിരിക്കുന്ന കഴിച്ചാണ്. തീർത്തവണേ ഇവനും കൂടെ കൊള്ളാം. ഹീറോ ബ്രെയിനെ കൊല്ലാൻ പോവാ ഞാൻ. ഈ ജീവിതം ഹീറോ ബ്രെയിൻ അപ്പം കഴിച്ച് എനിക്ക് ഇത്ര പെട്ടെന്ന് നോക്കാം. അപ്പോഴത്തേക്ക് പീസ് ഔട്ട്.